നിലമ്പൂരിൽ കൊട്ടിക്കലാശം കളർഫുള്ളാക്കി മുന്നണികളും സ്ഥാനാർത്ഥികളും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് മുന്നണികൾ നിലമ്പൂർ ടൗണിൽ നടത്തിയ കൊട്ടിക്കലാശം പ്രവർത്തകർക്കും നേതാക്കൾക്കും ആവേശം പകർന്നു. വൈകുന്നേരം 4 മണിയോടെ തന്നെ 3 മുന്നണികളുടെയും നേതാക്കളും പ്രവർത്തകരും കൊട്ടിക്കലാശം കളർഫുള്ളാക്കാൻ പാർട്ടി കൊടികളും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ പതിച്ച തൊപ്പികളും ടീഷർട്ടുകളും ധരിച്ച് എത്തിത്തുടങ്ങി. കൊട്ടിക്കലാശത്തിന്റെ ആവേശം ചോരാതെ കാണാനും എന്നാൽ കൊട്ടിക്കലാശം സമാധാനപരമായി നടത്താനും പോലീസ് പ്രത്യേകം സ്ഥലങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. നിലമ്പൂർ വില്ലേജ് ഓഫീസ് പരിസരത്തായി KNG റോഡിൽ LDF-ഉം സമീപം മഹാറാണി ജംഗ്ഷനിൽ NDA-യും നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് UDF-ഉം കൊട്ടിക്കലാശം ആഘോഷമാക്കി. BSF സേന ഉൾപ്പെടെ പോലീസ് വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നു. കൊട്ടിക്കലാശം ഏറെ സമാധാനപരമായിരുന്നു. കൊട്ടിക്കലാശ സ്ഥലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ കൂടിയെത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം വാനോളം ഉയർന്നു. 5:50 UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് കൊട്ടിക്കലാശത്തിൽ പങ്കാളിയാകാൻ എത്തിയതോടെ ആവേശഭരിതരായ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് എടുത്താണ് വാഹനത്തിലേക്ക് എത്തിച്ചത്. നിലമ്പൂർ കീർത്തിപ്പടിയിൽ നിന്നും പ്രവർത്തകർക്കൊപ്പമാണ് LDF സ്ഥാനാർത്ഥി U ഷറഫ് അലി കലാശക്കൊട്ടിലേക്ക് എത്തിയത്. NDA പ്രവർത്തകർക്ക് ആവേശം പകർന്ന് NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാടും എത്തി. നിലമ്പൂരിൽ 3 മുന്നണികളും ഇക്കുറി താഴെത്തട്ടു മുതൽ ശക്തമായ പ്രചരണമാണ് നടത്തിയത്. പ്രചരണ വാഹനങ്ങളെയും പ്രവർത്തകരെയും കൊണ്ട് KNG റോഡ് നിറഞ്ഞത് കലാശക്കൊട്ട് കാണാനെത്തിയവർക്കും ആവേശമായി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.